അടുത്തതായിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം, അടുത്ത ശതകത്തിലേക്ക് കടക്കാം. സപ്തമ ശതക പ്രാരംഭ, 7ാമത്തെ ശതകം ആരംഭിക്കുന്നു. 601 നാമം. വൃഷഭാക്ഷ. ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കാം. ഭഗവാന്റെ ജഗത്തിനെ രക്ഷിക്കലാകട്ടെ ധർമ്മം വഴിയാണ് എന്നതിനാൽ വൃഷഭാക്ഷ എന്ന് നാമം. ഗോപ്ത എന്നൊരു നാമമാണ് നമ്മൾ കേട്ടത്. ഗോപ്ത എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ മുഴുവൻ ഭഗവാൻ നിയന്ത്രിച്ച് രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന് ഗോപ്താവ് എന്നുള്ള നാമം വരുന്നത്. അതിനെ തുടർന്ന് ഭാഷ്യകാരൻ പറയാണ് വൃഷഭാക്ഷ എന്നുള്ള നാമം കൊണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ ആ രക്ഷ എന്ന പ്രക്രിയ ധർമ്മം വഴിയാണ് എന്നതിനാൽ വൃഷഭാക്ഷ എന്ന് നാമം. ധർമ്മം കൊണ്ടാണ്, ധർമ്മം വഴിയാണ് ഭഗവാൻ ഈ ജഗത്തിനെ മുഴുവൻ രക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് ആ വൃഷഭാക്ഷ എന്ന നാമം ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. വൃഷഭം എന്നാൽ ഫലത്തെ വർഷിക്കുന്നതായിട്ടുള്ള ധർമ്മമാണ്. വൃഷഭ അക്ഷ, ഇത് ഈ നാമത്തിനെ രണ്ടായിട്ടും വേർതിരിച്ചിരിക്കുന്നു. അതിൽ വൃഷഭം എന്നാൽ വൃഷഭ ശബ്ദത്തിന് ഫലത്തെ വർഷിക്കുന്നതായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ സ്വഭാവം എന്ന് എടുക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും, നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും ഒക്കെ സ്വഭാവം, അവരിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം, അതാണ് ധർമ്മം. അവരെന്താണോ പ്രവർത്തിക്കുന്നത്, അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ഓരോരുത്തരും. ഇപ്പം എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണ്. ഞാൻ ഏത് രീതിയിൽ പെരുമാറുന്നു, ഞാൻ എന്ത് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ എല്ലാത്തിലും ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ സ്വഭാവത്തിൻ്റെ കൂടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ സം ടോട്ടൽ നമ്മളുടെ സ്വഭാവം ആണ് നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത് പോലെ സം ടോട്ടൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ സം ടോട്ടൽ സ്വഭാവമാണ് ലോകത്തിൻ്റെ ധർമ്മം. ആ ധർമ്മം വഴി അപ്പോൾ ആ ലോകത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് വൃഷഭനാമത്തിൻ്റെ അർത്ഥം. ധർമ്മമാകുന്ന, അതായത് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലത്തെ വർഷിക്കുന്നതായിട്ടുള്ള. നമ്മളുടെ ധർമ്മം വഴി, നമ്മളുടെ സ്വഭാവം വഴി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നു. അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫലത്തെ വർഷിക്കുന്നതായിട്ടുള്ള ധർമ്മം ആണ്. അതിൻ്റെ അക്ഷം ഭഗവാനാകുന്നു. അക്ഷം എന്ന് പറഞ്ഞാൽ ആധാരം. അപ്പോൾ വൃഷഭം എന്ന് പറഞ്ഞാൽ ധർമ്മം, അത് ഫലത്തെ തരുന്നതാണ്. നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന് ഫലം കിട്ടുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള അനേകം ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഒന്നിച്ചുള്ള കർമ്മത്തിൻ്റെ ആ സം ടോട്ടലിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതാണ് വൃഷഭം. ആ കർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ കേന്ദ്രം ഭഗവാനാണ്. അക്ഷം എന്ന് പറഞ്ഞാൽ കേന്ദ്രം, അതിൻ്റെ അക്ഷം ഭഗവാനാണ്. എന്തുകൊണ്ട്? വൃഷഭാക്ഷ എന്ന് നാമം. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി, നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം നമുക്ക് തോന്നുകയാണ് അത് നമ്മളുടേതാണ് എന്ന്. എന്നാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഒരു വികാരവും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മൾക്ക് ദേഷ്യം വരുന്നത് നമ്മളുടെ ഇഷ്ടത്തിനല്ല, നമ്മൾക്ക് സന്തോഷം വരുന്നത് നമ്മളുടെ ഇഷ്ടത്തിനല്ല. എല്ലാം അത് നമ്മളുടെ ദേഷ്യം, നമ്മുടെ സന്തോഷം എല്ലാം ലോകത്തിൻ്റെ പല പ്രവൃത്തികളും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ പ്രവൃത്തികളെ മുഴുവനായിട്ടും നിയന്ത്രിക്കുന്നത്, ലോകത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും കേന്ദ്രമായി നിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ സംസാര ചക്രത്തിന് ആധാരമാകുന്നു.
ഈ കാണുന്ന സംസാരം, ഈ ലോകത്ത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഇപ്പം എല്ലാ കാര്യങ്ങളും അതത് ൻ്റെ ധർമ്മത്തിനനുസരിച്ചാണ് പോകുന്നത്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അതിനാൽ ഭഗവാനെ വൃഷഭാക്ഷ എന്ന് നാമം. അടുത്തത് 602-ാമത്തെ നാമം വൃഷപ്രിയ. ഭാഷ്യകാരൻ പറയുന്നു, ഇപ്രകാരം പ്രവർത്തക നിവർത്തക ധർമ്മങ്ങൾ ഭഗവാന് പ്രിയമാണ് എന്നതിനാൽ വൃഷപ്രിയ. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം. ധർമ്മം രണ്ട് രീതിയിലാണ്: പ്രവൃത്തി, നിവൃത്തി. പ്രവൃത്തി ധർമ്മങ്ങൾ, നിവൃത്തി ധർമ്മങ്ങൾ. പ്രവൃത്തി ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങൾ. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നോ അത് മുഴുവൻ പ്രവൃത്തി ധർമ്മങ്ങളാണ്. നമ്മൾ കുടുംബം, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മുടെ കുടുംബത്തെ നോക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് ലോകത്ത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ജീവിക്കുന്നു അതൊക്കെ പ്രവൃത്തി ധർമ്മമാണ്. നമ്മൾ പുറമേയുള്ള ഈ ലോകത്ത് വ്യവഹരിക്കുന്നത്, അതാണ് പ്രവൃത്തി ധർമ്മം. നിവൃത്തി ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ, ഈ പുറത്തുള്ള ലോകത്തെ നിഷേധിച്ച് മുഴുവനായിട്ടും താൻ എന്ന് പറയുന്ന തൻ്റെ ഹൃദയത്തിലുള്ള ആ ആത്മാവിനെ, ജീവാത്മാവിനെ ഈ പറയുന്ന പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ച് അകത്ത് അറിയുന്ന പ്രക്രിയ, അതാണ് നിവൃത്തി. അപ്പം നിവൃത്തി ധർമ്മത്തെ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം പുറത്തുള്ളത് എന്ന് പറയുന്നത് നിസ്സാരങ്ങളാണ്. അതേസമയം പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ളത് മുഴുവൻ വളരെ സാരമുള്ളതാണ്, നമുക്ക് ഗൗരവമുള്ളതാണ്. നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ഭർത്താവ്, ഭാര്യ, ഇതൊക്കെ പ്രവൃത്തി ധർമ്മം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം നിവൃത്തി ധർമ്മത്തെ ആശ്രയിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പുറത്തുള്ളതൊക്കെ വളരെ നിസ്സാരങ്ങളാണ്. അങ്ങനെ ഈ രണ്ട് ധർമ്മങ്ങൾ ഭഗവാന് പ്രിയമാണ് എന്നതിനാൽ വൃഷപ്രിയ. ഭഗവാൻ ഇത് രണ്ടും ഒരേപോലെ പ്രിയമാണ്. പ്രവൃത്തിധർമ്മം മോശവും നിവൃത്തിധർമ്മം മാത്രം ശ്രേഷ്ഠവും അങ്ങനെ ഭഗവാനില്ല. ഈ കാണുന്ന ഈ ലോകത്തിൻ്റെ മനോഹാരിതയെ, ഭോഗത്തെ അനുഭവിക്കുന്ന കർമ്മങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ ഭോഗങ്ങൾ പോരാ, അതിനേക്കാൾ വലിയ ആനന്ദം എന്ന് പറയുന്നത് തന്നെ സ്വ ആത്മാവിൽ നിലനിൽക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന നിവൃത്തിധർമ്മവും ഭഗവാൻ ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. ഭഗവാന് പ്രിയപ്പെട്ടതിനാലാണ് ഈ രണ്ട് കർമ്മങ്ങൾക്കും ധർമ്മത്വം ലഭിക്കുന്നത്. ഇത് രണ്ടും ധർമ്മമാണ്. വൃഷശബ്ദം ധർമ്മം എന്ന് പറയുന്ന ധർമ്മത്വം ഇതിന് രണ്ടിനും ലഭിക്കുന്നത് പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും ആയി മാറുന്നത് ഭഗവാന് പ്രിയപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കേവലം പ്രവൃത്തികൾ മാത്രമേ ആവുള്ളൂ. വേദങ്ങളിലെ എല്ലാ വിധികളും ആ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേദങ്ങളിൽ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചും യജ്ഞങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ നിവൃത്തി ധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. തൻ്റെ അകത്ത് പരമാത്മാവിനെ ധ്യാനിക്കേണ്ടത് എങ്ങനെ, ഈ പുറത്തേക്ക് ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ മുഴുവൻ എങ്ങനെ അന്തർമുഖമാക്കാം എന്ന് പറയുന്ന എല്ലാ പ്രക്രിയകളും, ഈ രണ്ട് രീതിയിലുള്ള പ്രക്രിയകളും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് രണ്ടിനും പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും മെൻ്റൽ ഡിസ്പൊസിഷൻ അനുസരിച്ച് ഈ പ്രവൃത്തികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ബ്രഹ്മസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു: ഫലമത ഉപപത്തേഹ ഇത്യത്ര ന്യരൂപിഹി. ഫലമത്ര ഉപപത്തേഹ ബ്രഹ്മസൂത്രത്തിലെ 3-ാമത്തെ പാദത്തിലെ ഒരു സൂത്രമാണിത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്:
കർമ്മഫലം പരമമായതിൽ നിന്നും വരുന്നതാണ്. കർമ്മഫലം, അതായത് ഈ രണ്ട് കർമ്മങ്ങളെ കുറിച്ചും, പ്രവൃത്തി കർമ്മം, നിവൃത്തി കർമ്മം. ഈ പ്രവൃത്തിയും നിവൃത്തിയും കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളതുള്ളൂ. അതിൻ്റെ ഫലം അത് പരമാത്മാവിൽ നിന്ന് വരുന്നതാണ്. അത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല, കോടാനുകോടി ജീവന്മാരുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ ഒരു കർമ്മത്തിൻ്റെ ഫലം ഈ കോടാനുകോടി ആളുകളുടെയും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഫലം കിട്ടുക. നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന് നമ്മൾ ഉദ്ദേശിച്ച ഫലം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് ഈ പറയുന്ന കോടാനുകോടി ജീവികളുടെ കർമ്മത്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം. അപ്പോൾ കർമ്മഫലം പരമമായതിൽ നിന്നും വരുന്നതാണ്. കർമ്മഫലം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. ദ്രമിഡാചാര്യർ ഇപ്രകാരം പറയുന്നു: ഫല സംവിഭത്സയാഹി കർമ്മഭിരാത്മാനം വിപ്രീഷന്തി സ പ്രീതോ അലം ഫലായ ഇതി ഹി ശാസ്ത്രേ മര്യാദ ഇതി. ദ്രമിഡാചാര്യർ എന്ന് പറഞ്ഞാൽ ശ്രീരാമാനുജാചാര്യർക്കും യാമുനാചാര്യർക്കുമൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു പൂർവ്വസൂരിയാണ്. അവരുടെയൊക്കെ പൂർവ്വസൂരിയായിട്ടുള്ള ഒരു ആചാര്യനാണ്. ഈ ശ്രീ വിശിഷ്ടാദ്വൈത ദർശനത്തിലെ മിക്കവാറും പണ്ഡിതന്മാരും മുഴുവൻ പലപ്പോഴായിട്ട് ഈ ദ്രമിഡാചാര്യരെ ഉദ്ധരിക്കാറ് പതിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊന്നും ഇന്ന് ലഭ്യമല്ല. പക്ഷേ ഈ യാമുനാചാര്യരെ പോലുള്ള ആളുകൾ എല്ലാവരും ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് വിളിക്കുന്നത് ദ്രമിഡാചാര്യരാണ്. ദ്രമിഡാചാര്യർ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ദ്രമിഡാചാര്യർ മാത്രമല്ല, ഈ ശ്രീരാമാനുജാചാര്യരുടെ പൂർവ്വസൂരികൾ പറയുമ്പോൾ ബൗദ്ധായനൻ, ദ്രമിഡൻ, ടങ്കൻ, ഭാസ്കരൻ, ഇങ്ങനെ പല ആളുകളുടെ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ഭട്ടഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുടെ പേര് ശ്രീരാമാനുജാചാര്യർ ഉദ്ധരിക്കുന്നുണ്ട്. ആ ആചാര്യന്മാരിൽ ഒരാളാണ് ദ്രമിഡാചാര്യർ. നമ്മൾ ബ്രഹ്മസൂത്രത്തെക്കുറിച്ച്, ഭാരതീയ ദർശനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്വൈത ദർശനം ഇതൊക്കെയാണ് ഇന്ന് പ്രശസ്തമായിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതും ഒരുപാട് ആഴത്തിൽ ഈ വേദാന്ത ദർശനത്തെയും ബ്രഹ്മസൂത്രത്തെയും ഒക്കെ പരാമർശിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഈ വിശിഷ്ടാദ്വൈതം. അതിലെ പ്രധാന ആചാര്യന്മാരാണ്. ഇതൊന്നും ശ്രീ ശങ്കരാചാര്യരെ പോലെയോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകളിൽപ്പെട്ട ആളുകളെ പോലെയോ അത്രയ്ക്കും പ്രശസ്തരായിട്ടുള്ള ആളുകളല്ല ഇവർ. ഈ ദ്രമിഡാചാര്യരും ടങ്കാചാര്യരും ബൗദ്ധായനാചാര്യന്മാരും ഇവരാരും, പക്ഷേ ഇവർ വളരെ പ്രാധാന്യപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദ്രമിഡാചാര്യർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഫലം ലഭിക്കാനായി തന്നെയാണ് എല്ലാ ജീവന്മാരും സ്വധർമ്മത്തിലൂടെ പരമാത്മാവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ പരമാത്മാവ് പ്രീതനായാൽ തന്നെ ഫലം ലഭിക്കും എന്ന് ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കാനാണ്. ആ ഫലം ലഭിക്കുന്നത് പ്രവൃത്തിക്കനുസരിച്ചല്ല, അത് പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കർമ്മം, അതിൻ്റെ സംസ്കാരം, ശക്തി, അപൂർവം, ഭാവന, വിധി എന്നിങ്ങനെയുള്ള വാദങ്ങൾ ശരിയല്ല. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ദ്രമിഡാചാര്യർ പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തിൽ പ്രബലമായിരുന്ന വാദങ്ങളെ നിരാകരിക്കുന്നതാണ്. അതായത് ഒരു കർമ്മം എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ആ ആശയം പല ചിന്താപദ്ധതികളിലും പല രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദ്രമിഡാചാര്യർ പറയുന്നത്, നമ്മളൊരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം പരമാത്മാവിൽ നിന്ന് കിട്ടുന്നതാണ്. പരമാത്മാവ് ഭഗവാനാണ് ആ കർമ്മത്തിന് ഫലം തരുന്നത്. കർമ്മം
അതായത് കർമ്മം, കർമ്മഫലം, അങ്ങനെയുള്ള കർമ്മം അല്ലെങ്കിൽ പ്രാരബ്ധ സഞ്ചിത കർമ്മങ്ങൾ, പിന്നെ അതിൻ്റെ ശക്തി, സംസ്കാരം നമ്മളിൽ. അപ്പോൾ ചിലർ പറയുന്നു ഈ പ്രാരബ്ധ സഞ്ചിത കർമ്മങ്ങളുടെ സം ടോട്ടൽ ആയിട്ട് കിട്ടുന്നതാണ് കർമ്മത്തിൻ്റെ ഫലം, നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്ന് ചിലർ പറയും. ചിലർ പറയും ശക്തി, സംസ്കാരം, നമ്മളിൽ ജീവൻ ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ ശരീരത്തിൽ വെച്ച് അനുഭവിച്ച കർമ്മങ്ങളെല്ലാം സംസ്കാരമായിട്ട് നിലനിൽക്കുന്നു, അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കർമ്മങ്ങളുടെ ഫലം കിട്ടുന്നു എന്ന് ചിലർ പറയുന്നു. അപൂർവം എന്ന് പറഞ്ഞാൽ പൂർവമീമാംസകരുടെ ഒരു സിദ്ധാന്തമാണ്. നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തിട്ട് ഈ അപൂർവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടാകുന്നു. ഈ അപൂർവമാണ് നമുക്ക് ശക്തികൾ, ഈ കർമ്മത്തിന് ഫലം തരുന്നതെന്ന് ചിലർ പറയുന്നു. ഭാവന, വിധി, ഇതൊക്കെ ഓരോ കർമ്മ സിദ്ധാന്തങ്ങളാണ്. ഇതൊന്നും ശരിയല്ല എന്ന് പറയുകയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മം മുഴുവനായിട്ടും സ്വതന്ത്രമായിട്ടും പരമാത്മാവിൽ നിന്ന് കിട്ടുന്നതാണ് അതിൻ്റെ ഫലം, അല്ലാതെ വേറൊന്നും അല്ല. പരമാത്മാവ് ഭഗവാനാണ്. അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് നല്ലത് വേണോ ചീത്ത വേണോ നമുക്ക് ഫലം കിട്ടുക എന്നുള്ളത് ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പ്രവർത്തക നിവൃത്തക ധർമ്മങ്ങൾ അത് ഭഗവാനിൽ നിന്നും വന്നതാണ്, അത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്നതുകൊണ്ട് വൃഷപ്രിയ എന്ന് നാമം. അടുത്തതായിട്ട് 64-ാമത്തെ ശ്ലോകം. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര. ഇതിലെ നാമങ്ങൾ അനിവർത്തി, നിവൃത്താത്മാ, സംക്ഷേപ്ത, ക്ഷേമകൃത്, ശിവ, ശ്രീവത്സവക്ഷാ, ശ്രീവാസ, ശ്രീപതി, ശ്രീമദാം വരഹ. ഇങ്ങനെ 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതിലെ ആദ്യത്തെ നാമം 603-ാമത്തെ നാമം അനിവർത്തി. ഭാഷകാരൻ പറയുന്നു, പ്രവൃത്തികർമ്മത്തിൽ ആസക്തിയുള്ളവരായിട്ടുള്ളവരെ ധൂമാതി പിതൃയാനത്തിലൂടെ സംസാരത്തിൽ നിന്നും നിവർത്തിക്കുന്നില്ല എന്നതിനാൽ അനിവർത്തി എന്ന് നാമം. അപ്പോൾ നേരത്തെ പറഞ്ഞു, പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾ രണ്ടും ഭഗവാൻ ഒരേപോലെ പ്രിയങ്ങളാണ്. പ്രവൃത്തി ധർമ്മങ്ങളിൽ ആസക്തിയുള്ളവരെ ധൂമാതി പിതൃയാനത്തിലൂടെ സംസാരത്തിൽ നിന്നും നിവർത്തിക്കുന്നില്ല. നിവൃത്തി ചെയ്യുന്നത് പിതൃയാനത്തിലൂടെ, അതായത് മരണശേഷം ധൂമം, പിതൃയാനം തുടങ്ങിയിട്ടുള്ള വഴിയിലൂടെ ഈ ആത്മാവ് ഭഗവാനിലേക്ക് പ്രാപിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ അതാണ് ആ നിവൃത്തരായിട്ടുള്ള ആളുകൾ തിരിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നില്ല. പക്ഷെ പ്രവൃത്തി ധർമ്മത്തിൽ ആണെങ്കിൽ അവര് ഇത്തരം പിതൃയാനത്തിലൂടെ കടന്നു പോകാറില്ല. അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി ധർമ്മം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് നിവൃത്തി ധർമ്മം ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിവൃത്തി ധർമ്മത്തിന് പ്രവൃത്തി ധർമ്മത്തെക്കാൾ, ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത കൂടുതൽ കൊടുത്തിട്ടില്ല. ഇത് രണ്ടും ഭഗവാൻ ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. പ്രവൃത്തി ധർമ്മത്തിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, നമ്മൾ സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നു. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഈ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അത് പ്രവൃത്തി ധർമ്മമാണ്. അത് ഈ സുഖദുഃഖങ്ങളൊക്കെ നിസ്സാരമാണെന്ന് കരുതി കളഞ്ഞ് തൻ്റെ ശരിയായിട്ടുള്ള ആ അസ്തിത്വത്തിൽ മാത്രം ധ്യാനിച്ച് നിൽക്കുന്ന ആളുകളെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല. പ്രവൃത്തി ധർമ്മവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പ്രവൃത്തി ധർമ്മമുള്ള ആളുകളെ നിവൃത്തരാക്കുന്നില്ല ഭഗവാൻ. അതുകൊണ്ട് അനിവർത്തി എന്ന് നാമം. ഭഗവത്ഗീതയിൽ പറയുന്നു, ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷണ്മാസ ദക്ഷിണായനം
തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനത്തിലെ 6 മാസങ്ങൾ, ചന്ദ്രലോകം എന്നിവയെ പ്രാപിച്ച യോഗി സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം എല്ലാവർക്കും സംസാരം എന്ന് പറയുന്ന ഈ ലോകം, സംസാര ദുഃഖം എന്നൊക്കെ പറയുമെങ്കിലും ഈ ലോകത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രവൃത്തി ധർമ്മം എന്നുള്ള പേരിട്ടത്. നേരത്തെ പറഞ്ഞു, ഈ ലോകത്ത് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുക, ഈശ്വര സ്മരണയോടുകൂടി സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠം തന്നെയാണ്. തുടർന്ന് പറയുന്നു, കൃതാത്യയെ അനുശയവാൻ. ഇത് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നതാണ്. കൃതാത്യയെ അനുശയവാൻ ഇത്യാദു ച ഏതത് വ്യചാരി. മറ്റു ലോകങ്ങളിൽ തൻ്റെ കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കുന്നയാൾ അതെല്ലാം അനുഭവിച്ച ശേഷം തിരിച്ച് തൻ്റെ കർമ്മസഞ്ചയങ്ങളെ കൊണ്ട് ഈ ലോകത്തേക്ക് തന്നെ വരുന്നു. ഇപ്പം ഈ ഒരു മരണശേഷം ഒരു ജീവൻ വേറൊരു ലോകങ്ങളിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കൂ. വേറെ ഉയർന്ന സ്വർഗം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കൂ. ആ സ്വർഗാദി കർമ്മങ്ങളുടെ എല്ലാം സംസ്കാരം തീർന്നാൽ തിരിച്ച് ഈ ലോകത്ത് തന്നെ വരികയാണ്. ഇതൊക്കെ തിയറികളാണ്. ഇതൊക്കെ മരണശേഷവും ഒക്കെയുള്ള തിയറികളാണ്. അപ്പോൾ ശരിക്കും ഇവിടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതായത് നിവൃത്തിധർമ്മത്തിനേക്കാൾ മോശമല്ല എന്നുള്ളതാണ്. എന്നിങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിധർമ്മത്തെക്കുറിച്ചും നിവൃത്തിധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രവൃത്തിധർമ്മമാണ് ഒരാൾക്ക് അഭികാമ്യമെങ്കിൽ ഈശ്വരസ്മരണയോടുകൂടി അതത് വിധിക്കനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാം. അതല്ലാതെ ഈശ്വരസ്മരണ ഇല്ലാതെ ഈ പറയുന്ന പോലെ താൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പ്രവൃത്തി ധർമ്മത്തിൽ പെടുന്നതല്ല. അതൊക്കെ സാധാരണ കർമ്മങ്ങളാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം മുഴുവൻ ഭഗവാന്റെ സ്പന്ദമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം എന്നിങ്ങനെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രവൃത്തിധർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഇവിടെ തന്നെ നിർത്തുന്നു, അവരെ നിവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് അനിവർത്തി എന്ന് നാമം. അടുത്തതായിട്ട് 604-ാമത്തെ നാമം നിവൃത്താത്മാ. ഭാഷകാരൻ പറയുന്നു, അനന്തരം നിവൃത്തന്മാരുടെയും, അതായത് നിവൃത്തിധർമ്മം അനുഷ്ഠിക്കുന്നവരുടെയും ആത്മാവ് ഭഗവാനാണ് എന്നതിനാൽ നിവൃത്താത്മാ എന്ന് നാമം. അപ്പോൾ പ്രവൃത്തിധർമ്മങ്ങൾ ചെയ്യുന്നവരെ നിവർത്തിക്കുന്നില്ല ഭഗവാൻ. പക്ഷെ നിവൃത്തിധർമ്മം ചെയ്യുന്ന യോഗികൾ, യതികൾ, എപ്പോഴും ഹൃദയത്തിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന, ഭഗവാന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനോ ഒന്നും നഷ്ടപ്പെടാനോ ഇല്ലാത്ത തൻ്റെ ഉള്ളിൽ അന്തർമുഖനായിട്ട് ഭഗവാനെ കണ്ട് നിരന്തരം ആനന്ദിക്കുന്ന ആളുകൾ, അതാണ് നിവൃത്തിധർമ്മം. ആ നിവൃത്തിധർമ്മം അനുഷ്ഠിക്കുന്നവരുടെയും ആത്മാവ് ഭഗവാനാണ് എന്നതിനാൽ നിവൃത്താത്മാ എന്ന് നാമം.